AI ഉച്ചകോടിയിലെ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. കോടതിയിൽ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചതോടെ ഉന്തും തള്ളുമുണ്ടായി. അറസ്റ്റായ ഉദയഭാനു ചിബിനെ 4 ദിവസം കസ്റ്റഡിയിൽ വിട്ടു. പ്രധാനമന്ത്രിയുടെ ഭീഷണി വെളിച്ചത്തായെന്നും ഉച്ചകോടിയിലെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത് എന്നും കോൺഗ്രസ് ആരോപിച്ചു. വിവരങ്ങളുമായിട്ട് സുനിൽ, കോടതിക്ക് പുറത്ത് വലിയ പ്രതിഷേധം. വലിയ പ്രതിഷേധ കാഴ്ച തന്നെയായിരുന്നു. ഞാനിപ്പോഴും ഉള്ളത് പട്ടേൽ ഹൗസ് കോടതിക്ക് മുൻപിൽ തന്നെയാണ്. ഈ കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബിനെ പോലീസ് കൊണ്ടുപോയത്. ഒരാഴ്ചത്തെ കസ്റ്റഡിയിലാണ് പോലീസ് ചോദിച്ചതെങ്കിൽ പോലും 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി വിട്ടിരിക്കുന്നത്. രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കി രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് കോടതിയിൽ ദില്ലി പോലീസ് ചൂണ്ടിക്കാണിച്ചത്. ഈ വാദങ്ങൾ ഉയർത്തിയാണ് ഇപ്പോൾ 4 ദിവസത്തെ കസ്റ്റഡിയിൽ ഉദയഭാനു ചിബിനെ വാങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ നീക്കം എന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ്. ഉച്ചകോടിക്കിടയിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധം എന്നത് ജനാധിപത്യപരമായ പ്രതിഷേധമാണ്, സമാധാനപരമായി നടത്തിയ പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തെ രാജ്യത്തിനെതിരെയുള്ള നീക്കമാക്കി മാറ്റി ഈ കേസിനെ ഒരു ഭീകര കേസിന് തുല്യമാക്കി മാറ്റാനുള്ള നീക്കമാണ് ദില്ലി പോലീസും കേന്ദ്ര സർക്കാരും നടത്തുന്നത് എന്ന ആരോപണം കോൺഗ്രസ് ഉയർത്തുകയാണ്. മാത്രമല്ല, ഇന്ന് ഭോപ്പാലിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെതിരെ കർഷകരുടെ വലിയ റാലി കോൺഗ്രസ് നടത്തുകയാണ്. ആ റാലിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ദില്ലി പോലീസ് നടത്തുന്നതെന്ന രാഷ്ട്രീയ ആരോപണം കൂടി കോൺഗ്രസ് ഉയർത്തുകയാണ്. ശരി, PR സുനിലാണ് വിവരങ്ങൾ നൽകിയത്.